അങ്ങനെ നമ്മുടെ അലീനയും ബാലചന്ദ്രൻ ചായയൊക്കെ കുടിച്ചിട്ട് എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ അലീനോട് യാത്ര പറയാണ്. ആ സമയത്ത് അലീന പറയാണ്, അച്ഛൻ ഇനി അങ്ങോട്ട് തിരിച്ചു പോകണ്ടേ ഒറ്റയ്ക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നീ ഇപ്പോൾ എപ്പോഴാണ് വന്നേ? ഏറിയ ഒരു കൊല്ലക്കല്ല ആയിട്ടുള്ളൂ, അതിൻ്റെ മുന്നൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ലേ, 50 കൊല്ലമായിട്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ, എനിക്ക് അതിനൊന്നും പ്രശ്നമില്ല, ഞാൻ പോട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിലാണ് യഥാർത്ഥ അച്ഛനും മകളും, ഞാൻ ഒരു കെയർ ടേക്കർ മാത്രം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ പറയുന്ന സ്റ്റാൻലിയോട്, ഞാൻ എൻ്റെ ഊന്നുവടിയാണ് നിങ്ങളെ നൽകിയിട്ട് പോണത്, അവളെ നേരെ നോക്കിക്കോളാൻ പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ ബാലചന്ദ്രൻ മനസ്സുകൊണ്ട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, ഞാൻ ഒന്നും കൂടിയും പറയുകയാണ്, നിങ്ങൾക്ക് ഇവൾ എപ്പോഴെങ്കിലും ഭാരമായിട്ടോ അധികപ്പറ്റായിട്ടോ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെ അപ്പം തന്നെ വിളിക്കുക, ഒരു മിസ് കോൾ മാത്രം മതി, ഞാൻ അപ്പം തന്നെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻലി ഇറങ്ങുകയാണ്. നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമാവുന്നുണ്ട്, അലീന ആണെങ്കിൽ വല്ലാത്ത വിഷമിച്ചിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ പോയിട്ട് വണ്ടിയുടെ അവിടേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അലീനോട് പറയേണ്ട, മോളെ പെട്ടിയൊക്കെ എടുക്കണ്ടേ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീന പെട്ടിയൊക്കെ കൊണ്ടുവന്ന് എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ എന്തെങ്കിലും എന്നോട് പറയാണ്ടോ ചോദിക്കുന്നുണ്ട്. അച്ഛൻ മരുന്നൊക്കെ കൃത്യസമയത്ത് കഴിക്കണം, ഞാൻ കൃഷ്ണമോളെ ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, വേറൊന്നും എനിക്ക് പറയാനില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നത്, എനിക്ക് നിന്നോട് ഒന്നും പറഞ്ഞു തരാനില്ല, നീ ഈ വീട്ടിലത്തെ ഒരു അംഗത്തിനെ പോലെ കഴിയണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ അലീന പറയേണ്ട, അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് എല്ലാവരും ഉണ്ട്, പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണെന്ന് എനിക്കൊരു തോന്നൽ, എന്നെന്തോ അച്ഛൻ കാട്ടിൽ കൊണ്ടുവന്ന് ആക്കി വിട്ടിട്ട് പോണ പോലെയൊക്കെ തോന്നുകയാണ് എന്ന് പറയുന്നുണ്ട്. നീ ഒന്ന് ആലോചിച്ചോക്കെ മോളെ എൻ്റെ അവസ്ഥ, ഞാനിപ്പോൾ അവിടെ കയറി ചെന്ന, കടപ്പാട്ടൂർക്ക് കയറി ചെന്ന എല്ലാവരും ചോദിക്കും അവിടെ കൊണ്ടുവന്ന് ആക്കിയോ, അവിടെ ആക്കിയോ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ എല്ലാവരും വിഷമിക്കും. അതുകൊണ്ട് ഇന്ന് ഞാൻ അങ്ങോട്ട് പോകണില്ല, ഇന്ന് ഞാൻ ഇവിടെ തന്നെ റൂം എടുത്ത് നിൽക്കും, അണക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയ അണക്ക് അപ്പം എന്നെ വിളിക്കാൻ, ഞാൻ നിന്നെയും കൊണ്ടേ പോവുള്ളൂ, എന്തായാലും ഞാൻ നാളെ രാവിലെ കടപ്പാട്ടൂർക്ക് പോവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് വല്ലാത്ത വിഷമമുണ്ട്. എന്തായാലും നമ്മളെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഒന്നും കൂടി അവളോട് കവളത്തൊക്കെ തട്ടിയിട്ട് പറയുന്നുണ്ട്, താങ്ക്സ് ഫോർ എവരിത്തിങ് മോളെ, ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല, നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്രൻ സങ്കടത്തോടു കൂടി കാർ എടുത്തിട്ട് പോകുന്നുണ്ട്. നമ്മുടെ സ്റ്റാൻലി അപ്പോഴേക്ക് ഇറങ്ങി വന്നിട്ട്, മോളെ ഉള്ളിലേക്ക് കയറാൻ പറയണ്ട, ആൻ്റെ അപ്പ എന്ന് വിളിക്കണ്ട, ആൻ്റെ അപ്പ ഇവളുടെ സാധനങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കിയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയേണ്ടത്, എനിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ആൻ്റെ അപ്പനോട് പറയേണ്ടത് ഇവൾക്ക് റൂമൊക്കെ കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. ആയിക്കോട്ടെ മേം സാബ് വരൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് എന്നെ മേം സാബ് എന്നൊന്നും വിളിക്കേണ്ട, എൻ്റെ പേര് വിളിച്ചാൽ മതി, അലീന എന്ന് വിളിച്ചാൽ മതി, എൻ്റെ പേര് അതാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതൊന്നും എനിക്ക് ഭാരമല്ല, ഞാൻ എടുത്തോളാം, ഇതിലേക്കേറെ ഭാരങ്ങൾ ഞാൻ ചുമന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻലിക്കാണെങ്കിൽ ആകെ വിഷമമുണ്ട്. എന്തായാലും നമ്മുടെ ആൻ്റെ അപ്പനോട് ചീത്ത പറഞ്ഞിട്ട് റൂമൊക്കെ കാണിക്കാൻ പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റാൻലി നമ്മൾ അലീനയും കൂടിയിട്ട് നമ്മുടെ ആൻ്റെപ്പം എല്ലാം മുകളിലേക്ക് പോകുന്നുണ്ട്, മേലേക്ക് പോയിട്ട് റൂമൊക്കെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ ഇത്രയും വലിയ റൂം കാണുന്ന സമയത്ത് ആകെ ഞെട്ടുന്നുണ്ട്. അവൾ ആൻ്റെപ്പനോട് പറഞ്ഞിട്ട്, എനിക്ക് ഇത്രയും വലിയ റൂമൊന്നും വേണ്ട, എനിക്ക് വല്ല ചെറിയ റൂം ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും ചെറിയ റൂം എന്ന് പറയുന്നത്, എൻ്റെ പെട്ടിയും എൻ്റെ ഡ്രസ്സൊക്കെ വയ്ക്കുക ഒരു ചെറിയ അലമാരയുള്ള ഒരു ചെറിയ റൂം തന്നാൽ മതി പറയുന്നുണ്ട്. എന്തായാലും ആൻ്റെപ്പം പറയുന്നുണ്ട്, ഇതാ ഇവിടെ അലമാരയൊക്കെ ഉണ്ട്, ഇതിൽ എത്ര തുണി വേണമെങ്കിലും വയ്ക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നായ്ക്കളൊക്കെ ഓടി വരുന്നുണ്ട്. നായ്ക്കളൊക്കെ അലീനോട് ഇങ്ങനെ കാലിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. ആ സമയത്ത് അലീന നായ്ക്കളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവരുടെ അടുത്തുള്ള എന്തെങ്കിലും ഒരു ചെറിയ റൂമോ തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ സ്റ്റാൻലി കയറി വരുന്നത്. സ്റ്റാൻലി പറയുന്ന നായ്ക്കളോട്, ഇനി മേലെ നിങ്ങൾ ഈ റൂമിലേക്ക് കയറി പോരുതെന്ന് നായ്ക്കളോട് ഓർഡർ കൊടുക്കുന്നുണ്ട്. എന്തായാലും നായ്ക്കൾ അതനുസരിച്ചിട്ട് പുറത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ ആ റൂമൊക്കെ കാണുമ്പോൾ ഒരു ജാതി തോന്നും, അവൾക്ക് ഇത്രയും വലിയ റൂമൊക്കെ വേണമെന്ന്. എന്തായാലും സ്റ്റാൻലി വന്നിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും നിനക്ക് കോസ്മെറ്റിക്സോ ഈ റൂമിലൊരു TV ഒക്കെ ഫിറ്റ് ചെയ്ത് തരാൻ പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നത്, എനിക്കൊന്നും വേണ്ട, എനിക്കുള്ളത് തന്നെ ധാരാളമാണെന്ന് പറയുന്നത്. എന്തായാലും നാളെ നിനക്ക് കുറച്ച് ഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക്, ഇനി നീ ഇവിടുത്തെ കുട്ടിയാണ്, എൻ്റെ കുട്ടിയാണ്, സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണ്, അതിനനുസരിച്ചിട്ട് വേണം നീ നാളെ ഡ്രസ്സൊക്കെ ധരിക്കുക, അതുകൊണ്ട് നിനക്ക് തിരുവനന്തപുരത്തോ എവിടെ വേണമെങ്കിലും പോയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അലീന പറയുന്നുണ്ട്, ഞാൻ കീറിയതും കുറേ പിഞ്ഞ തുണിയൊക്കെ തുന്നിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, എനിക്ക് അങ്ങനത്തെയൊക്കെ ഗതികേടുന്ന് ഞാൻ കഴിഞ്ഞ് പോയതല്ല, ഇപ്പോൾ എനിക്ക് അത്യാവശ്യത്തിന് തുണിയുണ്ട്, അതുകൊണ്ട് എനിക്ക് തുണി വേണ്ട എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി പറഞ്ഞു, എനിക്കറിയില്ലല്ലോ മോളെ, നീ അങ്ങനെയാണ് അവിടെ കഴിയണമെന്ന്, എനിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവരുന്നത്, എനിക്ക് അങ്ങനെ ഒരു മോള് ജീവിച്ചിരിപ്പുണ്ട് തന്നെ അറിയില്ലല്ലോ, നീ എന്നെ കുറ്റപ്പെടുത്തണ്ടേ, ഞാൻ ആരും കുറ്റപ്പെടുത്തിയതല്ല, ഞാൻ അത്രയും ബുദ്ധിമുട്ടൊന്ന് കഴിഞ്ഞ് വന്നത്, അപ്പോൾ എനിക്ക് അത്യാവശ്യത്തിന് ഡ്രസ്സ് ഉണ്ട്, അതുകൊണ്ട് വെറുതെ കാശ് ചിലവാക്കണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയേണ്ട, അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം, ഇപ്പോൾ ആൻ്റപ്പനോട് പറയേണ്ട എല്ലാ സ്ഥലത്തും വീടിൻ്റെ എല്ലാ മുറിയും ഗസ്റ്റ് ഹൗസും എല്ലാം ചുറ്റി കാണിക്കാൻ പറയുന്നുണ്ട് നമ്മുടെ ആൻ്റപ്പനോട് അലീനയ്ക്ക്. എന്തായാലും നമ്മുടെ സ്റ്റാൻലി അത് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ബാലചന്ദ്രൻ വല്ലാതെ
വിഷമിച്ച് വണ്ടി ഓടിക്കുന്നുണ്ട്. അവനാണെങ്കിൽ വല്ലാതെ കരയണമൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മുടെ മനു വിളിക്കുന്നുണ്ട്. മനു ചോദിക്കുന്നുണ്ട് അങ്കിൾ ഇപ്പോൾ എവിടെയാന്ന് പറയുന്നത്. ഞാൻ പുനലൂർ എന്ന് പറയുന്നുണ്ട്. നീ ഇപ്പോൾ എവിടെ ചോദിക്കുന്നുണ്ട്. ഞാൻ കടപ്പാട്ടൂരോ ആൻറ്റിയെ കൊണ്ടുവന്നാക്കാൻ വന്നതാന്ന് പറഞ്ഞു. ഓ അവളിപ്പോൾ ജയിച്ചു വെച്ചിട്ട് വന്നതല്ലേ, എന്തായാലും അവൾ ജയിച്ചിട്ടില്ല, അവൾ ഇനി തോറ്റ് തുപ്പിടാൻ പോണേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ മനു ചോദിക്കുന്നുണ്ട് അലീനെ സ്റ്റാൻലിയുടെ മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ പരിചയപ്പെടുത്തിയിട്ടാണോ പോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയേണ്ടത് അവരൊന്നും അവിടെ ഇല്ല, അവരവിടെ അഞ്ചലിലുള്ള വീട്ടിലാണ്, ഇയാൾ മാത്രമാണ് ഈ എസ്റ്റേറ്റിൽ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മനു ചോദിക്കുന്നുണ്ട് ഇനി അവരൊക്കെ ഇവിടെ വന്ന് ഇവിടെ കണ്ട ആകെ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഏറ്റാൻ പൊന്താത്തുള്ള പ്രശ്നങ്ങളുണ്ട്, ഇനി പുനർവൃത്ത പ്രശ്നം കൂടി നമ്മളെ വെറുതെ തലയിൽ കയറ്റി വെക്കണോ, അത് എന്താ വെച്ചാൽ അയാൾ ചെയ്തോട്ടെ, അയാൾ എന്താ വേണ്ടെങ്കിൽ അയാളുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കേണ്ടത് ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കേണ്ടത്. ഇതുപോലെ എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.